നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തദ്ദേശ തിരഞ്ഞെടുപ്പ് പാലക്കാട്, തൃശൂർ ജില്ലകളിൽ മികച്ച പോളിംഗ്. തിരഞ്ഞെടുപ്പ് ഫലം സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്ന് മന്ത്രി ആർ ബിന്ദു. വോട്ടെടുപ്പ് വൈകിട്ട് 6 വരെ. ഒരു തിരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യുന്നത് ഒഴിവാക്കാറില്ലെന്ന് സംവിധായകൻ സത്യൻ അന്തിക്കാട്. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം അതിജീവിതകൾക്കൊപ്പമല്ലെന്ന് മന്ത്രി MP രാജേഷ്. തെരഞ്ഞെടുപ്പിൽ LDF അഭിമാനകരമായ വിജയം നേടും. രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ. അതിജീവിത നേരിട്ട് പരാതി പറഞ്ഞിട്ടും രാഹുലിനെ അറസ്റ്റ് ചെയ്യാതിരുന്ന മുഖ്യമന്ത്രിക്ക് നാണമുണ്ടോ എന്ന് ശോഭാ സുരേന്ദ്രൻ. പാലക്കാട്ട് കോൺഗ്രസ് പ്രവർത്തകർക്കു നേരെ BJP ആക്രമണം. 5 പേർ പോലീസ് കസ്റ്റഡിയിൽ. അക്രമം CPM BJP ഗൂഢാലോചനയുടെ ഭാഗമെന്ന് VK ശ്രീകണ്ഠൻ MP. അക്രമം നടത്തിയത് കോൺഗ്രസ് എന്ന് BJP. എരുമപ്പെട്ടിയിൽ CPM കോൺഗ്രസ് സംഘർഷത്തിൽ 2 പേർക്ക് പരിക്ക്. തൃശൂർ വലക്കാവ് സ്കൂളിലെ പോളിംഗ് സ്റ്റേഷനിൽ തേനീച്ച ആക്രമണം. 8ഓളം വോട്ടർമാർക്ക് തേനീച്ചയുടെ കുത്തേറ്റു. UDF എല്ലാ തരത്തിലുള്ള വർഗീയതയെയും പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവൻ. കേരളത്തിൽ UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ അതിനെ നിയന്ത്രിക്കുക ജമാഅത്തെ ഇസ്ലാമിയായിരിക്കുമെന്ന് മുൻ മന്ത്രി AK ബാലൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ടെന്നും AK ബാലൻ. വാർത്തകൾ വിശദമായി. തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്ന് മന്ത്രി ആർ ബിന്ദു. VC നിയമനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ അനുരഞ്ജന നിലപാടാണ് പരമാവധി സ്വീകരിച്ചതെന്നും ആർ ബിന്ദു പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം കഴിഞ്ഞ 10 വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലാകുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്ക് പൂർണ്ണ സംതൃപ്തിയാണുള്ളത്. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ വിലയിരുത്തലാകും തെരഞ്ഞെടുപ്പെന്നും ആർ ബിന്ദു പറഞ്ഞു. VC നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്വീകരിക്കുന്നത് അനുരഞ്ജന നിലപാടാണ്. സമവായമുണ്ടാക്കാനുള്ള പരിശ്രമം സംസ്ഥാന സർക്കാർ നടത്തി. അതിൻ്റെ ഭാഗമായാണ് 2 മന്ത്രിമാർ ഗവർണറുമായി ചർച്ച നടത്തിയത്. സംസ്ഥാനത്തെ സർവകലാശാലകൾ സുഗമമായി മുന്നോട്ടു പോകണമെന്നാണ് ആഗ്രഹമെന്നും സുപ്രീം കോടതി നിർദ്ദേശമനുസരിച്ച് സംസ്ഥാന സർക്കാർ പ്രവർത്തിക്കുമെന്നും ആർ ബിന്ദു കൂട്ടിച്ചേർത്തു. ഞങ്ങൾ വളരെ ആത്മവിശ്വാസത്തിലാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ വോട്ടർമാരെ കാണാൻ ചെല്ലുമ്പോൾ വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. ജനങ്ങൾക്കറിയാം ആരാണ് അവരോട് ചേർന്ന് നിന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പരിപാടികളും ജനങ്ങൾ അവരുടെ ഹൃദയത്തിൽ തൊട്ട് സ്വീകരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലാ വാർഡുകളിലും വിജയ സാധ്യത ഉറപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ജനങ്ങൾ നല്ല പ്രോത്സാഹനമാണ് നൽകി വരുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം അതിജീവിതകൾക്കൊപ്പമല്ലെന്ന് മന്ത്രി MP രാജേഷ്. കൈലിയാട് KVUP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ അതിജീവിതയുടെ പരാതി പോലീസിന് കൈമാറിയതിൽ അഭിമാനം കൊണ്ട KPCC പ്രസിഡന്റ് ഇപ്പോൾ പരാതിയെ തള്ളിപ്പറഞ്ഞതോടെ ഇവർ വേട്ടക്കാർക്കൊപ്പമാണെന്ന് വ്യക്തമായി. തെരഞ്ഞെടുപ്പിൽ LDF അഭിമാനകരമായ വിജയം നേടുമെന്നും മന്ത്രി പറഞ്ഞു. തെരഞ്ഞെടുപ്പിൻ്റെ 1ാം ഘട്ടത്തിൽ അതിജീവിതകൾക്കെതിരെ നിലപാട് പ്രഖ്യാപിച്ചത് UDF കൺവീനറാണെങ്കിൽ 2ാം ഘട്ടത്തിൽ തട്ടിപ്പറഞ്ഞത് KPCC പ്രസിഡന്റാണ്. ഇതോടെ ഇവരുടെ ഉള്ളിലിരുപ്പ് മനസ്സിലായെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പിന്റെ 1ാം ഘട്ടത്തിൽ ഈ അതിജീവിതകൾക്കെതിരായിട്ടുള്ള നിലപാട് പ്രഖ്യാപിച്ചത് UDF കൺവീനറാണ്. 2ാം ഘട്ടത്തിൽ KPCC പ്രസിഡന്റും പറഞ്ഞിരിക്കുന്നു. ഇവരുടെയൊക്കെ ഉള്ളിലിരിപ്പ് എന്താണ് എന്നാണ് പുറത്തു വരുന്നത്. നോക്കൂ, ഒരു അതിജീവിതയുടെ പരാതിയെ പോലീസിന് ഞങ്ങൾ കൈമാറി എന്നത് അഭിമാനപൂർവ്വം പറഞ്ഞു നടന്നവരാണ് ഇവര്. ഇപ്പൊ അവര് നിലപാട് മാറ്റി. യഥാർത്ഥത്തിൽ ഇവരാരുടെ കൂടെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. വേട്ടക്കാർക്കൊപ്പം ഓടുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ചെയ്യുന്നത്. അതാണ് UDF കൺവീനറുടെയും ഇപ്പോ KPCC പ്രസിഡന്റിന്റെയും പ്രസ്താവന കാണിക്കുന്നത്. ഇവരല്ലേ പറഞ്ഞത് ഞങ്ങൾക്കൊരു പരാതി കിട്ടി, കൂടെ ഞങ്ങൾ കൈമാറി. ഇപ്പൊ പരാതിയെ ചോദ്യം ചെയ്യുന്നു, പരാതിയിൽ സംശയം പ്രകടിപ്പിക്കുന്നു. ഇവരാരുടെ കൂടെയാണ് നിൽക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മുഖ്യമന്ത്രിക്കെതിരെ ശോഭാ സുരേന്ദ്രൻ. രാഹുൽ മാങ്കൂട്ടം കേസിൽ അതിജീവിത നേരിട്ട് പരാതി പറഞ്ഞിട്ടും അറസ്റ്റ് ചെയ്യാതിരുന്ന മുഖ്യമന്ത്രിക്ക് നാണമുണ്ടോ എന്ന് ശോഭാ സുരേന്ദ്രൻ ചോദിച്ചു. പീഡന കേസുകളിൽ ചാക്കിൽ പണമുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ കഴിയുന്ന അവസ്ഥയാണ് കേരളത്തിലെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. പീഡകർക്ക് കഷായം വെച്ചു കൊടുക്കുന്ന പണിയാണ് മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ശോഭാ സുരേന്ദ്രൻ ആക്ഷേപിച്ചു. വാഹനത്തിൽ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചാൽ നല്ല വക്കീലും ചാക്കിൽ പണവുമുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ കഴിയുമെന്ന അവസ്ഥയാണ് കേരളത്തിൽ.
മുഖ്യമന്ത്രിയുടെ നാടകം വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരല്ല കേരളത്തിലുള്ളവരെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. അപ്പൊ കേസിനെ എങ്ങനെ ദുർബലമാക്കണമെന്നും കേസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ എങ്ങനെ നിൽക്കണമെന്നും പിന്നീട് എന്തെല്ലാം നിലപാടുകൾ എടുക്കണമെന്നും ഒക്കെ തീരുമാനമെടുത്തിട്ടുള്ള ഒരു വലിയ മാഫിയ പ്രവർത്തനത്തിന് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് നേതൃത്വം കൊടുക്കുന്നു. പിന്നെയോ എല്ലാം പെൺവേട്ടക്കാരല്ലേ കൂടെയുള്ളത്. നട്ടല് നിവർത്തി നിന്ന് മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കാൻ ഒരു പ്രതിപക്ഷ നേതാവില്ലാത്തതാണ് ഇന്ന് കേരളം നേരിടുന്ന പ്രതിസന്ധി. നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്നു. അതിജീവിതയ്ക്ക് ഒപ്പം നിൽക്കുന്ന എല്ലാവർക്കും ബിഗ് സല്യൂട്ട്. സിനിമാ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണത്തിൽ പുച്ഛം തോന്നുന്നുണ്ടെന്നും സിനിമാ മേഖലയിലുള്ളവർക്ക് കൊമ്പുണ്ടെന്ന അഭിപ്രായം തനിക്കില്ലെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. സിനിമാ മേഖലയിലുള്ളവർക്ക് കൊമ്പുണ്ട് എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, കലാകാരന്മാർ, അവർ ഈ നാടിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്. കാരണം നിങ്ങളെല്ലാം അബ്രപാളികളിൽ വരുമ്പോൾ നിങ്ങൾക്കെല്ലാം കഷ്ടപ്പെട്ട് പാടത്ത് പണിയെടുക്കുന്നവനും റോഡിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ പൊരിവെയിൽ കൊണ്ട് പണിയെടുക്കുന്നവനും ഒക്കെ സിനിമാ കൊട്ടകകളിൽ വന്ന് അവൻ്റെ പോക്കറ്റിലെ പണമെടുത്തുകൊണ്ട് ടിക്കറ്റ് എടുത്ത് സിനിമ കാണുമ്പോൾ നിങ്ങൾ ഈ സമൂഹത്തിൻ്റെ ഹൃദയമിടിപ്പ് മനസ്സിലാക്കണം എന്നാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ നഗരസഭാ പരിധിയിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. പല ബൂത്തുകളിലും രാവിലെ 7 മുതൽ തന്നെ വോട്ടർമാരുടെ നീണ്ട നിര ദൃശ്യമായിരുന്നു. രാവിലെ 7 മണി മുതൽ തന്നെ ഷൊർണൂർ സെന്റ് തെരേസ ഹയർ സെക്കൻഡറി സ്കൂൾ, ടൗണിലെ BM LP സ്കൂൾ, ഹരിത ബൂത്ത് തുടങ്ങിയ മിക്ക ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിര ദൃശ്യമായിരുന്നു. എന്നാൽ ചില മേഖലകളിൽ തുടക്കത്തിൽ മന്ദഗതിയിലായിരുന്നു പോളിംഗ്. 18-ാം വാർഡ് ഷൊർണൂർ സെൻട്രൽ ഹയർ സെക്കൻഡറി സ്കൂൾ ബൂത്തിൽ VK ശ്രീകണ്ഠൻ MP വോട്ട് രേഖപ്പെടുത്തി. KPCC സെക്രട്ടറി KA തുളസിയും ഇവിടെയാണ് വോട്ട് ചെയ്തത്. രാവിലെ 11:30 വരെ ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിൽ 33.3% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉച്ചവരെ നഗരസഭാ പരിധിയിലെവിടെയും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ തകരാറോ മറ്റ് അനിഷ്ട സംഭവങ്ങളോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പ്രശ്നബാധിത ബൂത്തുകൾ നഗരസഭാ പരിധിയിലില്ല. 35 വാർഡുകളിലാണ് പോളിംഗ് പുരോഗമിക്കുന്നത്. ശക്തമായ ത്രികോണ മത്സരമാണ് ഷൊർണൂർ നഗരസഭാ പരിധിയിൽ നടക്കുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. എല്ലാ തരത്തിലുള്ള വർഗീയതയെയും UDF പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. UDFന്റെ ഘടകകക്ഷിയായി ജമാഅത്തെ ഇസ്ലാമി മാറിയെന്നും വിജയരാഘവൻ തൃശൂരിൽ പറഞ്ഞു. BJP ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അത് ഉൾക്കൊണ്ട് എല്ലാ വർഗീയതയ്ക്കും പ്രോത്സാഹനം നൽകുകയാണ് UDF എന്ന് A. വിജയരാഘവൻ പറഞ്ഞു. സാമൂഹ്യഘടനയിൽ സ്വീകാര്യമല്ലാത്ത ജമാഅത്ത് ഇസ്ലാമിയുമായി UDF സഹകരിക്കുന്നുണ്ട്. UDFന്റെ ഘടകകക്ഷിയായി ജമാഅത്തെ മാറി. മുസ്ലിം ലീഗും UDF ജമാഅത്ത് ഇസ്ലാമിയുമായി സഖ്യമുണ്ടാക്കി. അധികാരത്തിൽ തിരിച്ചെത്താൻ കഴിയില്ല എന്ന സ്ഥിതിയാണ് വർഗീയ ശക്തികളുമായി കൂട്ടുചേരാൻ UDFനെ പ്രേരിപ്പിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ സ്വീകാര്യത ഏറ്റവുമധികം വർദ്ധിച്ച സമയത്താണ് തെരഞ്ഞെടുപ്പ്. സംസ്ഥാനത്ത് തുടർഭരണമുണ്ടാകുമെന്ന സൂചനയായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമെന്നും A. വിജയരാഘവൻ പറഞ്ഞു. വലിയ നിക്ഷേപമെന്ന തലത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രദർശിപ്പിച്ചത്. ഇത്രയും വലിയ നിക്ഷേപത്തിൻ്റെ കമ്പനിയാണ് കോൺഗ്രസ് എന്നറിഞ്ഞില്ലെന്നും അടൂർ പ്രകാശ് നടത്തിയ പരാമർശം തന്നെ ഇത്തരം വിഷയങ്ങളിലെ ഗൗരവമില്ലായ്മയാണ് തുറന്നു കാണിക്കുന്നതെന്നും A. വിജയരാഘവൻ കൂട്ടിച്ചേർത്തു. BJP ഭൂരിപക്ഷ വർഗീയതയെ മാത്രമാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. അതുവഴി അവർക്ക് കൂടുതൽ ലാഭമുണ്ടാക്കാനാവും എന്നത് പ്രയോഗത്തിലൂടെ അവർ കാണിച്ചു തന്നിട്ടുണ്ട്. അത് ഉൾക്കൊണ്ടുകൊണ്ട് UDF ഇവിടെ എല്ലാ വർഗീയതയെയും പ്രോത്സാഹിപ്പിക്കുക എന്നൊരു നിലപാടാണ് സ്വീകരിച്ചത്. കഴിഞ്ഞ 6 ദശാബ്ദമായിട്ട് കേരള രാഷ്ട്രീയ ഘടനയിൽ UDF നിലനിന്നതും വർഗീയതയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും വ്യത്യസ്തങ്ങളായ വർഗീയതയുമായി സന്ധി ചെയ്തും കീഴ്പ്പെട്ടുമാണ്. സാധാരണഗതിയിൽ കേരളത്തിൻ്റെ സാമൂഹ്യ ഘടനയിൽ സ്വീകാര്യതയില്ലാത്ത ജമാഅത്തെ ഇസ്ലാമിയുമായും അവരുടെ രാഷ്ട്രീയവുമായും കൂടുതൽ സന്ധിക്കുകയുണ്ടായി. UDFൻ്റെ രാഷ്ട്രീയ നേതൃത്വമായി ജമാഅത്തെ ഇസ്ലാമി മാറി എന്ന അപകടകരമായ രാഷ്ട്രീയമാണ് ഇത്തവണ കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേരളത്തിൽ UDF അധികാരത്തിൽ വന്നാൽ അതിനെ നിയന്ത്രിക്കുക ജമാഅത്തെ ഇസ്ലാമിയായിരിക്കുമെന്ന് മുൻ മന്ത്രി AK ബാലൻ.
തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യം ഇതിന്റെ റിഹേഴ്സൽ എന്ന നിലയിലാണ്. പ്രധാന മുസ്ലിം സംഘടനകൾ ഈ കൂട്ടുകെട്ടിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടെന്നും AK ബാലൻ പാലക്കാട് പറക്കുന്ന് സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. അതുപോലെ തന്നെ കേരളത്തിൽ UDF ആണ് അധികാരത്തിൽ വരാൻ പോകുന്നതെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്നത് ജമാഅത്തായിരിക്കും. അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ രാഷ്ട്രീയ വശം. അത് നല്ല രൂപത്തിൽ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ മുസ്ലിം ലീഗിലും UDFലും ശക്തമായിട്ടുള്ള അമർഷവുമുണ്ട്. മുസ്ലിം സമുദായത്തിലെ പ്രധാനപ്പെട്ട മതസംഘടനകളെല്ലാം UDFൻ്റെ ഈ അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരായി ശക്തമായി പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. LDF ഇത്തവണ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ വലിയ വിജയം നേടുമെന്ന് മുൻ മന്ത്രിയും CPI നേതാവുമായ VS സുനിൽകുമാർ. തൃശൂർ കോർപ്പറേഷനിൽ LDF വീണ്ടും അധികാരത്തിൽ വരുമെന്നും അന്തിക്കാട്ട് മുറ്റിച്ചൂർ LP സ്കൂളിൽ വോട്ട് ചെയ്ത ശേഷം VS സുനിൽകുമാർ പറഞ്ഞു. നല്ല ആളുകളുടെ നല്ല റെസ്പോൺസാണ് ഈ വോട്ട് ചെയ്യുന്ന കാര്യത്തിൽ. കാരണം എല്ലാവരും സാധാരണയേക്കാൾ വിട്ട് രാവിലെ തന്നെ നീണ്ട ക്യൂ നമ്മുടെ ബൂത്തുകളിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ആളുകൾ ജനാധിപത്യത്തിലുള്ള വിശ്വാസം ഉയർത്തിപ്പിടിക്കുന്നതാണല്ലോ വോട്ടെടുക്കുക എന്ന് പറയുന്നത്, വോട്ടിൽ വരിക എന്ന് പറയുന്നത്. സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ തന്നെ വോട്ട് പോളിങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തവണ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാളും മെച്ചപ്പെട്ട റിസൾട്ട് ഉണ്ടാകും. കാരണം സാധാരണ നിലയിൽ ഒരു 10 കൊല്ലമായി ഭരിക്കുന്ന ഗവൺമെൻറ് ഉണ്ടാവുമ്പോൾ ഒരു ഗവൺമെൻറ്റിനെതിരായിട്ടുള്ളൊരു വികാരമാണ് സാധാരണ നമ്മൾ പ്രതീക്ഷിക്കുക. പൊതുവെ എല്ലാവരും അങ്ങനെ പറയാറുണ്ട്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. സർക്കാരിന് അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. കോൺഗ്രസ് പ്രവർത്തകർക്കു നേരെ പാലക്കാട്ട് BJP ആക്രമണം. കല്ലേക്കാട് സ്വദേശികളായ 5 BJP പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. CPM BJP ഗൂഢാലോചനയുടെ ഭാഗമാണ് ആക്രമണമെന്ന് VK ശ്രീകണ്ഠൻ MP ആരോപിച്ചു. പുലർച്ചെ 12 മണിയോടെയാണ് BJP പ്രവർത്തകർ ബ്ലോക്ക് പഞ്ചായത്ത് UDF സ്ഥാനാർത്ഥി, DCC സെക്രട്ടറി, KSU പ്രവർത്തകർ എന്നിവരെ ആക്രമിച്ചത്. ആക്രമണത്തിൽ ഒരു KSU പ്രവർത്തകന്റെ കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. സംഭവത്തിൽ 5 BJP പ്രവർത്തകരെ ടൗൺ നോർത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തു. DCC സെക്രട്ടറി നന്ദബാലന്റെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി ആക്രമണം അഴിച്ചുവിട്ടെന്നും കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ CPMും BJPയും ഗൂഢാലോചന നടത്തിയതായി ആരോപിച്ച് VK ശ്രീകണ്ഠൻ MP രംഗത്തെത്തി. ആക്രമണം തുടങ്ങിവെച്ചത് CPM ആണ്. BJPയാണ് വീട് കയറി കല്ലെറിഞ്ഞ് പ്രവർത്തകന്റെ കണ്ണിന് പരിക്കേൽപ്പിച്ചത്. UDF പ്രവർത്തകർ കല്ലെറിഞ്ഞാണ് പരിക്കേറ്റത് എന്ന BJPയുടെ വാദം കളവാണ്. തിരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്ന് കണ്ട് ആക്രമണം അഴിച്ചുവിടുകയാണ് BJPയും CPMും. പാലക്കാട് നഗരത്തിൽ കോൺഗ്രസ് ഭൂരിപക്ഷം നേടുമെന്നും രാഹുൽ മാങ്കൂട്ടം വിഷയമുയർത്തി സർക്കാരിനെതിരെയുള്ള ജനരോഷം മറയ്ക്കാനുള്ള ശ്രമം വിലപ്പോകില്ലെന്നും MP പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ പരാജയ ഭീതി പൂണ്ടാണ് ഈ അക്രമം BJP അഴിച്ചുവിടുന്നത്. ആ അക്രമത്തിന് നിർഭാഗ്യവശാൽ ഇന്നലെ സഹായകരമായി പ്രവർത്തിച്ചത് തുടക്കത്തിൽ CPMന്റെ പ്രവർത്തകരാണ്. ഈ പരാജയ ഭീതി പൂണ്ടു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പ്രകോപനം. അല്ല വണ്ടി ഇടിക്കാനോ അങ്ങനെ ഒരു സാഹചര്യമോ അവിടെ ഉണ്ടായിട്ടില്ല. ഇവർ തമ്മിലൊരു സംഘർഷമോ മറ്റു പ്രശ്നങ്ങളോ മുമ്പേ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത് തെരഞ്ഞെടുപ്പിൽ തോറ്റുപോകും എന്നുള്ളത് കൊണ്ടാണ് അക്രമം അഴിച്ചുവിട്ടിരിക്കുന്നത്. ആകെ ഭീതി പരത്തി ആ പ്രദേശത്താകെ ജനങ്ങൾ വോട്ട് ചെയ്യാതാക്കുക എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യം. അവർ വീടിനകത്തേക്ക് കയറിയാണ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി നന്ദപാലിൻ്റെ വീട്ടിലേക്ക് കയറി അഭയം പ്രാപിക്കാൻ പോകുമ്പോഴാണ് ഈ അക്രമം ഉണ്ടായത്. അതിശക്തമായ നടപടി പോലീസിന്റെ ഭാഗത്തുണ്ടാകണം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. എരുമപ്പെട്ടിയിൽ CPM കോൺഗ്രസ് സംഘർഷം. 2 പേർക്ക് പരിക്ക്. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം ഖാദി റോഡിലാണ് സംഘർഷമുണ്ടായത്. CPM കോൺഗ്രസ് സംഘർഷത്തിൽ എരുമപ്പെട്ടി പഞ്ചായത്ത് 18-ാം വാർഡ് LDF സ്ഥാനാർത്ഥി സൗമ്യ യോഗേഷിന്റെ ഭർത്താവും CPM ബ്രാഞ്ച് സെക്രട്ടറിയുമായ KK യോഗേഷ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ല എന്നിവർക്കാണ് പരിക്കേറ്റത്. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം ഖാദി റോഡിലാണ് സംഘർഷമുണ്ടായത്. ബൂത്ത് കെട്ടുന്നതിനെ ചൊല്ലിയുള്ള വാക്കേറ്റമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. CPM പ്രവർത്തകർ മേശയിട്ടിരിക്കുന്നതിന് സമീപം കോൺഗ്രസ് പ്രവർത്തകർ മേശ കൊണ്ടുവന്നിടാൻ ശ്രമിച്ചപ്പോൾ KK യോഗേഷ് അത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് സംഘർഷത്തിന് തുടക്കമായത്. യോഗേഷ് ടേബിൾ ചവിട്ടിത്തെറിപ്പിക്കുകയും തുടർന്ന് അജു നെല്ലുവായുടെ ബൈക്കിൽ ടേബിൾ ചെന്ന് തട്ടുകയും ചെയ്തതിനെ തുടർന്ന് അജു നെല്ലുവായി KK യോഗേഷിനെ മർദ്ദിച്ചു. തുടർന്ന് ഇരുവിഭാഗങ്ങളും തമ്മിൽ സംഘട്ടനമുണ്ടായി. ഇതിനുശേഷം
എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാനെത്തിയ കോൺഗ്രസ് CPM നേതാക്കൾ തമ്മിൽ വാക്കേറ്റവും ഉന്തും തള്ളുമുണ്ടാവുകയും ചെയ്തു. തുടർന്ന് എരുമപ്പെട്ടി ഇൻസ്പെക്ടർ അനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പ്രശ്നം പരിഹരിച്ച് പരാതി നൽകുന്നതിന് തീരുമാനമാവുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ വലക്കാവ് LP സ്കൂളിലെ പോളിംഗ് സ്റ്റേഷനിൽ തേനീച്ച ആക്രമണം. നിരവധി പേർക്ക് പരിക്കേറ്റു. വോട്ട് ചെയ്തു മടങ്ങാൻ നിന്നവരെയാണ് തേനീച്ചകൾ ആക്രമിച്ചത്. പരിക്കേറ്റ 8ഓളം പേരെ നടത്തറയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നരേന്ദ്രമോദി നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും എത്തിക്കാനുള്ള വോട്ടാണ് ജനങ്ങൾ വിനിയോഗിക്കുന്നതെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C. കൃഷ്ണകുമാർ പാലക്കാട് കൽപ്പാത്തി GLP സ്കൂളിൽ വോട്ട് ചെയ്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു C. കൃഷ്ണകുമാർ. 30ലധികം സീറ്റുകൾ നേടി പാലക്കാട് നഗരസഭയിൽ BJP ഭരണ തുടർച്ചയുണ്ടാക്കുമെന്ന് C. കൃഷ്ണകുമാർ പറഞ്ഞു. സ്ത്രീപീഡനത്തിൽ പ്രതിയായ MLAയെ സംരക്ഷിച്ച നിലപാട് സ്വീകരിച്ചതിലൂടെ കോൺഗ്രസിന് തിരിച്ചടിയുണ്ടാകും. സ്ത്രീകൾ BJPക്ക് വോട്ട് ചെയ്യും. ഇന്നലെ പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ടിരുന്ന BJP പ്രവർത്തകരെ കാറിടിച്ച് കൊലപ്പെടുത്താനുള്ള ശ്രമമാണ് ഉണ്ടായത്. തിരഞ്ഞെടുപ്പിന് തൊട്ടുതലേന്നുണ്ടായ ആക്രമണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനായിരുന്നു മറുപടി. ആക്രമണത്തെ തുടർന്നുള്ള സംഘർഷത്തിലാണ് പരിക്കേറ്റത്. UDFിലെ തന്നെ ഒരു വിഭാഗമെറിഞ്ഞ കല്ലേറിലാണ് പരിക്കുണ്ടായതെന്നും C. കൃഷ്ണകുമാർ പറഞ്ഞു. നരേന്ദ്രമോദിജിയുടെ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും എത്താനുള്ള വോട്ടാണ് ഇത്തവണ കേരളത്തിലെ ജനങ്ങൾ രേഖപ്പെടുത്തുന്നത്. വലിയ ഭൂരിപക്ഷത്തിൽ 30ലധികം സീറ്റുകൾ നേടിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണം പാലക്കാട് നഗരസഭയിൽ ഇത്തവണയും ആവർത്തിക്കും. പാലക്കാടിലെ ജനങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലം എന്താണ് വികസനം എന്നുള്ള കണ്ടതുള്ള തിരഞ്ഞെടുപ്പാണ്. ഇന്നലെ രാത്രി പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ടിരുന്ന BJP പ്രവർത്തകരെ കാറിടിച്ച് കൊല്ലാനുള്ള ശ്രമമാണ് നടന്നത്. അതിനെ തുടർന്നുണ്ടായിട്ടുള്ള സംഘർഷത്തിലാണ് പരിക്കേറ്റത്. അത് BJP പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള കല്ലേറല്ല, മറിച്ച് UDFിലെ തന്നെ ഒരു വിഭാഗം പ്രവർത്തകർ എറിഞ്ഞ കല്ലേറ് കൊണ്ടാണ് അയാൾക്ക് പരിക്കേറ്റുള്ളത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒരു തിരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യുന്നത് ഒഴിവാക്കാറില്ലെന്ന് സംവിധായകൻ സത്യൻ അന്തിക്കാട്. അന്തിക്കാട് GLP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ കോടതി വിധിയെ ബഹുമാനിക്കുന്നുവെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി സത്യൻ അന്തിക്കാട് പറഞ്ഞു. വോട്ട് അവകാശമാണെന്ന് സത്യൻ അന്തിക്കാട് പറഞ്ഞു. പ്രചരണങ്ങൾ എന്താണെങ്കിലും നമ്മുടെ മനസ്സിൽ വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പാകുമ്പോൾ ഒരു നാടിൻ്റെ പ്രാദേശിക വികസന പ്രവർത്തനങ്ങളിൽ താൽപ്പര്യം കൊടുക്കുന്ന ആളുകളെയാണ് തെരഞ്ഞെടുക്കേണ്ടതെന്നും സത്യൻ അന്തിക്കാട് ചൂണ്ടിക്കാട്ടി. തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും അത് ഒഴിവാക്കാറില്ല. എവിടെയാണെങ്കിലും കാര്യം നമ്മുടെ അവകാശമാണല്ലോ. നമ്മൾ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത്. പ്രചരണങ്ങൾ പലതും ഉണ്ടാകും, പക്ഷെ നമ്മുടെ മനസ്സിലൊരു രാഷ്ട്രീയമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലൊരു തീരുമാനമുണ്ട്. ആരായിരിക്കണം നമ്മുടെ തദ്ദേശ ഭരണത്തിൽ നമ്മൾ സഹായിക്കേണ്ടത്, നിയമസഭയിൽ ആരാണ്, ലോക്സഭയിൽ ആരാണെന്നൊക്കെ നമ്മുടെ മനസ്സിലൊരു കണക്കുകൂട്ടലുണ്ടാവും. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഈ പ്രചാരണങ്ങൾക്കൊക്കെ അപ്പുറത്താണ്. എനിക്ക് തോന്നുന്നു മലയാളിക്ക് എല്ലാവർക്കും അവരവരുടെ ഉള്ളിൽ ഒരു ചിന്തയുണ്ടാകും, ആരാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കേണ്ടത്, ആരാണ് വരേണ്ടത് എന്നുള്ളത്. അപ്പോൾ അത്തരമൊരു തീരുമാനമുള്ളതുകൊണ്ട് ഞാനൊരിക്കലും ഈ അവകാശം നഷ്ടപ്പെടുത്താറില്ല. പ്രധാനമായിട്ടുള്ള ആരാണ് തങ്ങളെ ഭരിക്കേണ്ടത് എന്ന ഓരോ മലയാളിക്കും ഉള്ളിൽ ഒരു തീരുമാനമുണ്ടാകുമെന്നും ഫലം വരുമ്പോൾ അത് അറിയാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. അന്തിക്കാട് പോലുള്ള ഒരു കാർഷിക ഗ്രാമത്തിൻ്റെ കാർഷിക പുരോഗതിയെ കൂടി പരിഗണിച്ചാണ് ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുകയെന്നും സത്യനന്തിക്കാട് കൂട്ടിച്ചേർത്തു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ കോടതി വിധിയെ ബഹുമാനിക്കുന്നുവെന്നും കോടതിയിൽ തനിക്ക് വിശ്വാസമുണ്ടെന്നും ദിലീപ് തെറ്റുകാരനല്ല എന്ന് കോടതി പറഞ്ഞാൽ അതിൽ വിശ്വസിക്കുക എന്നതാണ് തൻ്റെ രീതിയെന്നും മറിച്ച് അഭിപ്രായമുള്ളവർ മറ്റ് നടപടികളിലേക്ക് പോകട്ടെയെന്നും സംഘടനകൾ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് ഇപ്പോൾ സംസാരിക്കേണ്ട വിഷയമല്ലെന്നും സത്യനന്തിക്കാട് കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ ജില്ലയിൽ പോളിംഗ് ഉയർന്നേക്കും. ജില്ലയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് ഉയരാൻ സാധ്യതയുണ്ടെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പറഞ്ഞു. തൃശൂർ ജില്ലയിലെ വിവിധ പോളിംഗ് സ്റ്റേഷനുകളിൽ രാവിലെ മുതൽ തന്നെ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. 7 മണി മുതൽ തന്നെ നീണ്ട ക്യൂ ദൃശ്യമായിരുന്നു. ജില്ലയിൽ പോളിംഗ് ഉയർന്നേക്കുമെന്ന് കളക്ടർ അർജുൻ പാണ്ഡ്യൻ പ്രതികരിച്ചു.
രാവിലെ മുതൽ തന്നെ വിവിധ ബൂത്തുകളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നതെന്ന് കലക്ടർ ചൂണ്ടിക്കാട്ടി. ഇതുവരെ നല്ലൊരു പോളിംഗ് ആണുള്ളത്. ഇപ്പോൾ 25% മേലെ ഓൾറെഡി ആയിട്ടുണ്ട്. നല്ലൊരു ശതമാനത്തിലോട്ട് എത്തുമെന്നാണ് വിചാരിക്കുന്നത്. 2020 75% അടുത്തായിരുന്നു പോളിംഗ് ഉണ്ടായിരുന്നത്. ഏകദേശം അതിനോട് അടുത്തോ അതിനേക്കാളും കൂടുതലോ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. രാവിലെ പോളിംഗ് സ്റ്റാർട്ട് ചെയ്തു. എല്ലാ സ്ഥലത്തും കൃത്യമായിട്ട് നമ്മൾ മോക്ക് പോളൊക്കെ ഫിനിഷ് ചെയ്തു. എന്നിട്ട് ഏകദേശം കൃത്യസമയത്ത് തന്നെ എല്ലായിടത്തും പോളിംഗ് സ്റ്റാർട്ട് ചെയ്യാനും പറ്റി. ഏകദേശം ഒരു 15 അടുത്ത സ്ഥലങ്ങളിൽ മെഷീൻസിൻ്റെയൊക്കെ കുറച്ച് റിപ്പയർ ഉണ്ടായിരുന്നു. പക്ഷെ അത് സമയത്തിന് തന്നെ നമ്മൾ മാറ്റി സെക്ടർ ഓഫീസർമാരും എല്ലാവരും കൂടെ ചേർന്നിട്ട് അത് എത്രയും വേഗം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചു. അതിരപ്പള്ളി ഉൾപ്പെടെയുള്ള ട്രൈബൽ മേഖലയിലും മെച്ചപ്പെട്ട വോട്ടിംഗ് രേഖപ്പെടുത്തുന്നുണ്ട്. 15 ഇടങ്ങളിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാർ സംഭവിച്ചെങ്കിലും ഉടനടി പരിഹരിക്കാനായി. വലക്കാവിലുണ്ടായ തേനീച്ച ആക്രമണത്തിൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ല. കഴിഞ്ഞ തവണ 75% ഉണ്ടായിരുന്ന പോളിംഗ് ഇക്കുറി വർദ്ധിക്കാനാണ് സാധ്യതയെന്നും കലക്ടർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ദേശമംഗലം കൊണ്ടയൂർ 4-ാം വാർഡിൽ ഗുരുകുലം സ്കൂളിലെ 1-ാം ബൂത്തിൽ UR പ്രദീപ് MLAയും സഹധർമ്മിണിയും വോട്ട് രേഖപ്പെടുത്തി. ഇടതുപക്ഷത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് അനുകൂല വിധിയുണ്ടാക്കുമെന്ന് MLA പറഞ്ഞു. രാവിലെ 8:30 തന്നെ MLA വോട്ട് രേഖപ്പെടുത്തി. കേരളത്തിൽ വലിയ തരംഗം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് ക്ഷേമ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങളും എല്ലാം വലിയ രീതിയിൽ കേരളത്തിലെ ഗവൺമെൻറ് കഴിഞ്ഞ 9 വർഷമായി വലിയ മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളത്. അത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഇതിലെ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഏറ്റവും താഴെത്തട്ടിൽ ചെല്ലുമ്പോൾ നമുക്കതിൻ്റെ പ്രതികരണം ലഭിക്കുമ്പോൾ തന്നെ നമുക്ക് ഉറപ്പാണ് കേരളത്തിനകത്ത് വലിയ തരംഗമുണ്ടാകും. കേരളത്തിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന പ്രവർത്തനം മുൻകാലങ്ങളിൽ കേരളത്തിൽ നടത്തിയ പ്രവർത്തനം എല്ലാം ആളുകൾ വോട്ടർമാർ വളരെ കൃത്യമായി താരതമ്യപ്പെടുത്തിയാണ് കേരളത്തിൽ ഇടതുപക്ഷമാണ് ശരി എന്ന നിലപാടിൽ എത്തിയത്. ട്രെയിൻ യാത്രക്കിടെ വയോധികന്റെ മൊബൈൽ ഫോണും പൈസയും അടങ്ങുന്ന ബാഗ് മോഷ്ടിച്ച് മുങ്ങിയ പ്രതി 7 വർഷത്തിനു ശേഷം ഷൊർണൂർ റെയിൽവേ പോലീസിന്റെ പിടിയിൽ. ചേലക്കര കിള്ളിമംഗലം സ്വദേശി 45 വയസ്സുള്ള അബ്ദുൾ അസീസാണ് പിടിയിലായത്. 2018 മെയ് 2-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. മലബാർ എക്സ്പ്രസ് ജനറൽ കോച്ചിൽ യാത്ര ചെയ്തിരുന്ന മണ്ണാർക്കാട് സ്വദേശി 70 വയസ്സുകാരൻ്റെ മൊബൈൽ ഫോണും പൈസയും അടങ്ങുന്ന ബാഗാണ് മോഷണം പോയത്. ഈ കേസിൽ കോടതിയിൽ നിന്ന് ജാമ്യമെടുത്തു മുങ്ങിയ ചേലക്കര കിള്ളിമംഗലം നായാട്ടുവളപ്പിൽ വീട്ടിൽ 45 വയസ്സുള്ള അബ്ദുൾ അസീസാണ് 7 വർഷങ്ങൾക്ക് ശേഷം ഷൊർണൂർ റെയിൽവേ പോലീസിന്റെ പിടിയിലായത്. പ്രതിയെ ആലുവയിൽ നിന്നാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. പ്രതി ജാമ്യമെടുത്ത ശേഷം വീടും സ്ഥലവും വിറ്റ് ബാംഗ്ലൂർ, തമിഴ്നാട്, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ എന്നിവിടങ്ങളിലായി ഒളിവിൽ കഴിയുകയായിരുന്നു. റെയിൽവേ പോലീസ് SI അനിൽ മാത്യു, ASI ഗോകുൽദാസ്, SCPOമാരായ ശശി നാരായണൻ, അബ്ദുൾ മജീദ്, നിഷാദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ തിരഞ്ഞെടുപ്പ് പാലക്കാട്, തൃശൂർ ജില്ലകളിൽ മികച്ച പോളിംഗ്. തിരഞ്ഞെടുപ്പ് ഫലം സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്ന് മന്ത്രി R ബിന്ദു. വോട്ടെടുപ്പ് വൈകിട്ട് 6 വരെ. ഒരു തിരഞ്ഞെടുപ്പിനും വോട്ട് ചെയ്യുന്നത് ഒഴിവാക്കാറില്ലെന്ന് സംവിധായകൻ സത്യൻ അന്തിക്കാട്. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം അതിജീവിതകൾക്കൊപ്പമല്ലെന്ന് മന്ത്രി MB രാജേഷ്. തെരഞ്ഞെടുപ്പിൽ LDF അഭിമാനകരമായ വിജയം നേടും. രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ. അതിജീവിത നേരിട്ട് പരാതി പറഞ്ഞിട്ടും രാഹുലിനെ അറസ്റ്റ് ചെയ്യാതിരുന്ന മുഖ്യമന്ത്രിക്ക് നാണമുണ്ടോ എന്ന് ശോഭാ സുരേന്ദ്രൻ. പാലക്കാട്ട് കോൺഗ്രസ് പ്രവർത്തകർക്കു നേരെ BJP ആക്രമണം. 5 പേർ പോലീസ് കസ്റ്റഡിയിൽ. അക്രമം CPM BJP ഗൂഢാലോചനയുടെ ഭാഗമെന്ന് VK ശ്രീകണ്ഠൻ MP. അക്രമം നടത്തിയത് കോൺഗ്രസ് എന്ന് BJP. എരുമപ്പെട്ടിയിൽ CPM കോൺഗ്രസ് സംഘർഷത്തിൽ 2 പേർക്ക് പരിക്ക്. തൃശൂർ വലക്കാവ് സ്കൂളിലെ പോളിംഗ് സ്റ്റേഷനിൽ തേനീച്ച ആക്രമണം. 8ഓളം വോട്ടർമാർക്ക് തേനീച്ചയുടെ കുത്തേറ്റു. UDF എല്ലാ തരത്തിലുള്ള വർഗീയതയെയും പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവൻ. കേരളത്തിൽ UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ അതിനെ നിയന്ത്രിക്കുക ജമാഅത്തെ ഇസ്ലാമിയായിരിക്കുമെന്ന് മുൻ മന്ത്രി AK ബാലൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ടെന്നും AK ബാലൻ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.